നമസ്കാരം. ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ടാക്സ് ഇവേഷൻ എന്താണെന്നും ടാക്സ് പ്ലാനിംഗ് എന്താണെന്നും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇൻകം ടാക്സ് ആക്ട്, റെലവൻറ്റ് റൂൾസ്, CBDT സർക്കുലേഴ്സ്, നോട്ടിഫിക്കേഷൻസ്, ക്ലാരിഫിക്കേഷൻസ് ഒക്കെ പ്രകാരം നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന എക്സംഷൻസ്, ഡിഡക്ഷൻസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നമ്മൾ ലീഗലി നമ്മുടെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ടാക്സ് പ്ലാനിങ്. അതിന് ഉദാഹരണം പറഞ്ഞാൽ, ഓൾഡ് റെജീം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും, അതായത് നമ്മൾ ഹൗസിംഗ് ലോൺ എടുത്തിട്ടൊരു ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിൾ, അതിൻ്റെ ഇൻട്രസ്റ്റ്, നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, മെഡിക്ലെയിം പോളിസിയുടെ പ്രീമിയം, മക്കളുടെ പേര് ചേരുന്ന സുകന്യ സമൃദ്ധി, PF ഇൻവെസ്റ്റ്മെൻറ്റ്, PPF ഇൻവെസ്റ്റ്മെൻറ്റ്, അതേപോലെ എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഇൻട്രസ്റ്റ്, ഇങ്ങനെ പല പല ക്ലെയിംസും ഡിഡക്ഷൻസും നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാം. ഇത് കൂടാതെ വേറെ ഹെഡ്സ് ഓഫ് ഇൻകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് ഇൻകത്തിനകത്ത് എലിജിബിളായിട്ടുള്ള ഡിപ്രീസിയേഷന്, എലിജിബിളായിട്ടുള്ള എക്സ്പെൻസസ്, എലിജിബിളായിട്ടുള്ള പാർട്ട്നേഴ്സ് റെമ്യൂണറേഷന് ഒക്കെ ക്ലെയിം ചെയ്ത് നമുക്ക് നമ്മുടെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാം. അതുപോലെ ക്യാപിറ്റൽ ഗെയിൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വിൽക്കുമ്പോഴത്തേക്ക് വേറൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ടാക്സ് ലയബിലിറ്റി നിയമപ്രകാരം കുറയ്ക്കാൻ പറ്റും. അതേപോലെ സെൻട്രൽ ഗവൺമെൻറ് ക്യാപിറ്റൽ ഗെയിൻസ് ബോണ്ടിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ടാക്സ് ലയബിലിറ്റി വർഷം 50 ലക്ഷം രൂപ വരെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ വേറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് കൺസേൺ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത് വർക്കിംഗ് പാർട്ട്നേഴ്സിന് ഇൻകം ടാക്സ് അനുവദിച്ചിരിക്കുന്ന സാലറി, റെമ്യൂണറേഷനൊക്കെ എഴുതി നമുക്ക് ടാക്സ് പ്ലാൻ ചെയ്യാം. അതേസമയം ടാക്സ് ഇവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആക്ച്വൽ ഇൻകം കാണിക്കാതെ ഇരിക്കുകയോ ആക്ച്വൽ ഇൻകം കുറച്ച് കാണിക്കുകയോ ഇല്ലാത്ത ബിസിനസ് എക്സ്പെൻസസ് ഒക്കെ ക്ലെയിം ചെയ്ത് പ്രോഫിറ്റ് കുറച്ച് കാണിച്ച് ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ടാക്സ് ഇവേഷൻ. അതായത് നിയമപ്രകാരം അല്ലാത്ത ടാക്സ് കുറയ്ക്കുന്ന വഴികൾക്ക് ടാക്സ് ഇവേഷൻ എന്ന് പറയും. വേറെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സെയിലിനകത്തൊക്കെ വരുമ്പോഴത്തേക്ക് ഫുൾ വാല്യൂ ആധാരത്തിൽ കാണിക്കാതിരിക്കുക, ക്യാഷ് വാങ്ങിക്കുക, അങ്ങനത്തെ പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ 2015 ശേഷം ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ 20,000 മുകളിൽ ക്യാഷ് വാങ്ങിക്കാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അങ്ങനെ ഒരു നിരോധനം ആക്ച്വലി വന്നിട്ടുണ്ട്. പക്ഷേ പലരും ഇത് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു ടാക്സ് ഇവേഷൻ മാർഗമായിട്ടാണ് അൾട്ടിമേറ്റ്ലി കണക്കാക്കപ്പെടുന്നത്. ഇതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്ന് വെച്ചാൽ, ടാക്സ് പ്ലാനിങ് ആണെങ്കിലും ടാക്സ് ഇവേഷൻ ആണെങ്കിലും നമുക്ക് നോട്ടീസസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ജെന്യൂനിറ്റി ഓഫ് ട്രാൻസാക്ഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടാക്സ് പ്ലാനിങ്ങിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻ്ററി എവിഡൻസസും ഒക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ഇൻകം ടാക്സ് നോട്ടീസിന് കൃത്യമായ മറുപടി കൊടുത്താൽ നമുക്ക് സാറ്റിസ്ഫാക്ടറിലി നമുക്ക് ആ ഇൻകം ടാക്സ് നോട്ടീസിനെ നേരിടാം. അതേസമയം ടാക്സ് ഇവേഷൻ ആണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ പ്രോസസ്സിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പല റെക്കോർഡ്സും ക്രിയേറ്റ് ആകപ്പെടുന്നുണ്ട്, പല ഫിനാൻഷ്യൽ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ ഉള്ളത് കാരണം നമുക്ക് ചിലപ്പം ആ നോട്ടീസിന് കൃത്യമായ മറുപടി കൊടുത്ത് നമുക്ക് നോട്ടീസിനെ ഒഴിവാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതേപോലെ തന്നെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയത്തില്ല, കഴിഞ്ഞ ജൂലൈ 2025 ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പല ഇൻകം ടാക്സ് കൺസൾട്ടൻറ്റുകളുടെ ഓഫീസുകളും കേന്ദ്രീകരിച്ച് റെയ്ഡൊക്കെ നടത്തിയായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ചില പർട്ടിക്കുലർ IP അഡ്രസ്സിൽ നിന്ന് ഫയൽ ചെയ്യപ്പെട്ട ഇൻകം ടാക്സ് റിട്ടേൺസിന് അനർഹമായിട്ടുള്ള റീഫണ്ടുകൾ പോയതായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധയിൽപ്പെടുകയും അന്നേരം ആ IP അഡ്രസ്സ് വെച്ചിട്ട് ആ ഓഫീസുകളിലൊക്കെ റെയ്ഡ് നടത്തുകയും ഒത്തിരി പേരെ പിടിക്കുകയൊക്കെ ചെയ്തു. അവിടെയൊക്കെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, നിയമപ്രകാരം അനുവദിച്ചിട്ടില്ലാത്ത പല കിഴിവുകളും കാണിച്ചുകൊണ്ട് അനർഹമായ റീഫണ്ട് വാങ്ങിച്ചു കൊടുക്കുകയും ആ റീഫണ്ടിൻ്റെ ഒരു പർട്ടിക്കുലർ ശതമാനം ഇവർ ഫീസ് വാങ്ങിക്കുകയൊക്കെ ചെയ്ത ഒരു സംഭവം ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടാക്സ് പ്ലാനിങ് ചെയ്ത് നമുക്ക് നമ്മുടെ ടാക്സ് ലയബിലിറ്റി അൾട്ടിമേറ്റ്ലി കുറയ്ക്കാൻ പറ്റും. അതേസമയം ടാക്സ് ഇവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിടാൻ പോകുന്നത്, നിങ്ങളുടെ എത്രയാണോ നിങ്ങൾ ടാക്സ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ച ആ ടാക്സ് എമൗണ്ടിൻ്റെ ഈക്വൽ എമൗണ്ടോ 3 ഇരട്ടി വരെയുള്ള പെനാൽറ്റി പല ഇൻകം ടാക്സ് സെക്ഷൻ അനുസരിച്ചും നിങ്ങൾ നേരിടേണ്ടി വരും. അന്നേരം ഈ ഇൻഫർമേഷൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ ടാക്സ് പ്ലാൻ ചെയ്ത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെ താങ്ക് യു.